ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മൻസിലോട്ട് സ്വാഗതം. നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ നാളത്തെ കുറച്ച് വിശേഷങ്ങൾ കേട്ടാലോ? നമ്മുടെ നിധിയുടെയും സുധീഷിൻ്റെയും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കേൾക്കാം അല്ലേ? നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിലേ കേൾക്കാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. അങ്ങനെ നമ്മുടെ സുഭാഷ് ആ ഒരു തീരുമാനം എടുക്കുകയാണ്. അതായത് തൻ്റെ ആ ബ്രോക്കറായ ദാസപ്പൻ ചേട്ടൻ ഒരു കല്യാണാലോചന ഇങ്ങനെ ഫോണിൽ കൂടെ പറഞ്ഞതിൽ സുഭാഷിന് സമ്മതമാണെന്നുള്ളത് അറിയിക്കണം. അതായത് രണ്ടാം കെട്ടാണ്. സുഭാഷിനെ കാട്ടിലും 2-3 വയസ്സ് മൂപ്പുണ്ട് ആ പെൺകുട്ടിക്ക്. അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ളൊരു കുടുംബം തന്നെയാണ്. അപ്പം ഏതായാലും പ്രശ്നമല്ല ചേട്ടാ, എനിക്ക് ആ കല്യാണം കൊണ്ടുവന്നേരെ എന്നിങ്ങനെ സുഭാഷ് പറയണ. സുഭാഷ് ഈ കാര്യം വീട്ടിൽ മറ്റാരുമായിട്ട് ചർച്ച ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ സുഭാഷ് വീട്ടിലെത്തുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും ഫുഡൊക്കെ കഴിച്ചിരിക്കുന്നു, കിടക്കുന്നു. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ നികേഷും നമ്മുടെ നിധിയും കൂടെ ബസ് സ്റ്റോപ്പിലോട്ട് പോവാണ്. അപ്പോൾ ഈ പോകുന്ന സമയത്ത് നമ്മുടെ സുധീഷും അതിൻ്റെ ഒപ്പം വെച്ച് പിടിക്കുന്നുണ്ട്. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ എത്തിക്കഴിഞ്ഞ് അപ്പോഴേക്കും നമ്മുടെ നികേഷിൻ്റെ ലവറായ ഗായത്രി അങ്ങനെ വരെയാണ്, ചിരിയൊക്കെ പാസ്സാക്കിയാണ് വരുന്നത്. അങ്ങനെ നികേഷും അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി സുന്ദരനായിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ആ കുട്ടി അവിടെ വന്ന് നിന്നിട്ട് നികേഷിനെ നോക്കി ചിരി അങ്ങോട്ട് തുടങ്ങി. നികേഷും വിട്ടുകൊടുക്കുമോ, നല്ലപോലെ അങ്ങോട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, കണ്ടില്ലേ ദേ വന്നു, എന്തായാലും കൊള്ളാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചിരിച്ചുകൊണ്ട് നിൽക്കലല്ലാണ്ട് ഇവർ തമ്മിലൊന്ന് സംസാരിക്കണല്ലേ. അപ്പം നിധി ഒന്ന് സുധീഷിനെ നോക്കുകയാണ് എന്നുള്ള രീതിയിൽ. കൊച്ചിനെ വഴിതെറ്റിക്കാനാണോ നിങ്ങൾ നോക്കണേന്ന് നിധി സുധീഷിനോട് ചോദിക്കണേ. അല്ല, ഇവരും തമ്മിൽ ഇങ്ങനെ കണ്ണും കൈയും കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എടാ നികേഷേ, നീ പോയി അവളുടെ അടുത്ത് സംസാരിക്കുക. അല്ല, അവൾ നിന്നെയാണോ ലൈൻ അടിക്കണത്, അതുകൊണ്ടാണോ ഈ ചിരിക്കണത് എന്നൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ. അപ്പം നികേഷ് കുറച്ച് ധൈര്യമൊക്കെ സംഭരിക്കുകയാണ്. അപ്പം സുധീഷ് പറഞ്ഞു, അല്ല എന്തായാലും പെൺകുട്ടി ഓക്കെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നികേഷ് ചോദിക്കും, സുധീഷേട്ടന് ഇഷ്ടപ്പെട്ടോ? അതല്ല, നിനക്ക് പറ്റിയ പെൺകുട്ടിയാണ്, എനിക്ക് ഓക്കെ എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സുധീഷ് പതുക്കെ നമ്മുടെ നിധിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിധിയുടെ മുഖം എന്താ ഒരു തെളിച്ചില്ലാതെ? നിധി പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നികേഷ് കുറച്ച് റിയൽ എസ്റ്റേറ്റും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയണ്. പക്ഷേ നിധി അതൊന്നും അല്ല കേട്ടോ, നിധി വേറെ ഏതോ ഒരു മൈൻഡിലാണ്. അപ്പോൾ സുധീഷ് ചോദിച്ചു, അല്ല എന്ത് പറ്റിയോടോ, തൻ്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നുണ്ടല്ലോ? ഒന്നുമില്ല, പിന്നെന്താ താൻ ചിരിക്കാത്ത? അപ്പോഴേക്കും നിധി മുഖത്ത് നോക്കി ഇങ്ങനെ ഒരു ചിരി കൊടുത്തു കേട്ടോ. അയ്യേ, ഇതെന്ത് ചിരിയാ? എന്നിട്ട് നിധി പറഞ്ഞു, അതെ, ഞാൻ ഇന്നലെ ഒരു വർക്കിൻ്റെ കാര്യത്തിന് മെയിൽ അയച്ചത്, എനിക്ക് റിപ്ലൈ ഇതുവരെ വന്നിട്ടില്ല. ആ വർക്ക് കിട്ടുമല്ലോ എന്ന് അറിയില്ല, അതിൻ്റെ ടെൻഷനിലാണ് ഞാൻ. സുധീഷ് ഒന്ന് മിണ്ടാതിരിക്കാവോ എന്ന് നിധി ചോദിക്കുകയാണ്. മിണ്ടാതിരിക്കാനോ? നീ എന്താ പറയണ നിധി? അതെ, തൻ്റെ മുഖം കണ്ടിട്ടൊരു സുഖമില്ലെന്നേ, താനൊന്ന് ചിരിച്ച് നിൽക്കുക. അപ്പോഴേക്കും സുധീഷ് നികേഷിൻ്റെ അടുത്ത് പറഞ്ഞു, എടാ, ആൺപിള്ളേരായ കുറച്ച് ധൈര്യവും ഗട്ട്സൊക്കെ വേണം. ഒരു പെൺകുട്ടിയുടെ അടുത്ത് പോയി അറ്റ്ലീസ്റ്റ് സംസാരിച്ച് അതിൻ്റെ പേരൊക്കെ ചോദിച്ച് ഒന്ന് മിണ്ടുന്നതിൽ അത്ര വലിയ സംഭവമൊന്നുമില്ല. നീ ഒന്ന് പോയി മിണ്ട്, ആ കുട്ടിയായിട്ടൊക്കെ ഒന്ന് സംസാരിക്കുമെന്ന് പറയണം. അപ്പം നിധി പറയുന്നുണ്ട്, എന്തായാലും നല്ല ഏട്ടൻ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ നികേഷ് ധൈര്യമൊക്കെ സംഭരിച്ച് അങ്ങനെ പോവാണ് കേട്ടോ. അങ്ങനെ ഗായത്രി നിൽക്കുന്നതിൻ്റെ ആ ഒരു സൈഡിലോട്ട് പോയി നിൽക്കുകയാണ്. അപ്പം നികേഷ് ചിരിച്ചു. അപ്പോൾ ഗായത്രിയും ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ സുധീഷ് പറഞ്ഞു, നിധി നോക്കിയേ, മിക്കവാറും ഇന്ന് ആ കുട്ടി അവനെ ഇഷ്ടമാണെന്ന് പറയും. അവർ തമ്മിൽ ലൈനാണെന്നാണ് തോന്നണേ. അപ്പം നിധി പറഞ്ഞു, സുധീഷിന് എങ്ങനെ അത് പറയാൻ പറ്റും? ഇവിടെ ഇരുന്ന് ഗസ് ചെയ്യും പോലെയാണോ ഓരോ കാര്യങ്ങൾ? ആയിരിക്കും, നിധി കണ്ടോ എന്നിങ്ങനെ പറയണേ. അങ്ങനെ നമ്മുടെ നികേഷ് ചെന്ന് ആ പെൺകുട്ടിയുടെ അടുത്ത് പോയി നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പേര് നികേഷ് എന്നാണ്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, എൻ്റെ പേര് ഗായത്രി. അപ്പോൾ ഞാൻ ചോദിക്കുന്നതിൽ വേറൊന്നും കരുതില്ല കേട്ടോ, കുട്ടി എന്നെ നോക്കിയാണോ എന്ന് ചിരിക്കണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്ന് സംസാരിക്കാനായിട്ട് വന്നതാണെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ പറയും, അതെ, ഞാൻ നികേഷിനെ നോക്കി ചിരിക്കണത്. അതെ, എനിക്ക് നികേഷിനെ കൊണ്ടൊരു കാര്യമുണ്ട്. അപ്പം നികേഷ് ചോദിക്കും, എന്താ പറഞ്ഞോളൂ എന്ന് പറയും. നികേഷ് വലിയ സന്തോഷത്തോടെയും ഒരു ആത്മധൈര്യത്തോടും കൂടി ആ കുട്ടിയുടെ മുമ്പിൽ 100 ബൾബ് തെളിഞ്ഞ് നിൽക്കുന്ന പുഞ്ചിരിയായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ഗായത്രി പറഞ്ഞു, അതെ, എനിക്ക് തൻ്റെ ഏട്ടനില്ലേ, ഏട്ടന് ഇഷ്ടമാണ്. അപ്പോൾ ഏട്ടൻ്റെ നമ്പർ എനിക്ക് തരാമോ എന്ന് ചോദിക്കും. അപ്പോൾ തന്നെ നികേഷിൻ്റെ മുഖം അങ്ങ് വല്ലാണ്ടായി പോണ്. ഏട്ടനോ? ഏത് ഏട്ടൻ? അപ്പോൾ നികേഷിൻ്റെ ചേട്ടനില്ലേ, അന്ന് ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് നേരിട്ട് പോയി സംസാരിക്കാനൊക്കെ ഒരു മടിയാണ്. അതുകൊണ്ട് ഞാൻ നേരിട്ട് സംസാരിച്ചില്ല. ഫോൺ നമ്പർ തരാണെങ്കിൽ ഞാൻ മെസ്സേജൊക്കെ അയച്ച് സെറ്റായിക്കൊള്ളാമെന്ന് പറയാണ്. അപ്പോഴേക്കും നികേഷിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിപ്പോയി. അടി ഏറ്റണക്കായിപ്പോയില്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒരു പിടുത്തവും കിട്ടില്ല, ആകെ കയ്യിൽ നിന്ന് പോയ കണക്കുള്ള ഒരു അവസ്ഥയായിപ്പോയി.
അങ്ങനെ നമ്മുടെ നികേഷ് ആകെ സങ്കടപ്പെട്ട് നിൽക്കണം. ഇതേ സമയം സുധീഷ് പറയണം, കണ്ടോ അവിടെ തകർക്കനുണ്ട് എന്തായാലും എന്നൊക്കെയുള്ള രീതിയിൽ നിധിയുടെ അടുത്ത് സുധീഷ് ഓരോ കമൻറ്റുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നികേഷിൻ്റെ മുഖം വാടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം സംസാരിച്ച് കഴിഞ്ഞിട്ട് നികേഷ് പതുക്കെ ഇങ്ങോട്ട് ഇവരുടെ അടുത്തോട്ട് വരികയാണ്. അപ്പം നിധിയും സുധീഷും ചോദിച്ചു, എടാ നിൻ്റെ മുഖം എന്താ വാടിയിരിക്കണേ? അപ്പോൾ സുധീഷ് ചോദിച്ചു, എന്തു പറ്റിയടാ, അവളെന്തെങ്കിലും എന്താ പറഞ്ഞേ? അപ്പം നികേഷ് പറഞ്ഞു, സുധീഷേടാ നമ്മൾ കരുതിയ പോലെ അവൾ എന്നെയല്ല ഉദ്ദേശിച്ച്, നിന്നെ അല്ലെന്നോ, പിന്നെ എന്തിനാ നിൻ്റെ മുഖത്തൊക്കെ അവൾ ചിരിച്ചുകൊണ്ടിരുന്നത്? എപ്പോൾ നോക്കിയാലും ചിരിയല്ലോ, ആർക്ക് കണ്ടാലും അത് മനസ്സിലാവുമല്ലോ. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, അതെ മിക്കവാറും ഹരീഷ് ഏട്ടനാവാനാ സാധ്യത. ഹരീഷ് ഏട്ടൻ്റെ നമ്പർ മേടിച്ചു കൊടുക്കാവോ എന്നാണ് ചോദിച്ചത്. അതായത് എവിടെയോ വെച്ച് ചേട്ടനെ കണ്ടിട്ടുണ്ടെന്നും ചേട്ടൻ ഭയങ്കര ദേഷ്യപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് നേരിട്ട് സംസാരിക്കാൻ എനിക്കൊരു മടിയാണ്, അതുകൊണ്ട് ആ മൊബൈൽ നമ്പർ ഒന്ന് കൊടുക്കാവോ എന്നാണ് ചോദിക്കണേന്ന് പറഞ്ഞു. അത് കേട്ടതും സുധീഷും നിധിയും എന്തോപോലെ ആയിപ്പോവാണ്. അപ്പം നിധി ചോദിച്ചു, അങ്ങനെ പറഞ്ഞോ, ഏത് ഹരീഷിനെ അങ്ങനെ ഇഷ്ടപ്പെടാൻ? എന്ത് ചെയ്യാം, അയ്യോ നികേഷിന് ഭയങ്കര സങ്കടമായി പോവാണ്. അപ്പം സുധീഷ് പറഞ്ഞു, സാരമില്ലടാ പോട്ടെ, എന്തായാലും ഇനിയിപ്പോൾ അതങ്ങനെയാണെങ്കിൽ അങ്ങനെ, എന്നാലും ഭയങ്കര ഒരു ട്രാജഡി ആയിപ്പോയല്ലോ നമ്മുടെ ഹരീഷിന്. എന്തായാലും അത് അടിപൊളിയായിട്ടുണ്ട് എന്നും പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് നിധി പറഞ്ഞു, അതെ ഇതൊന്നും ഓർത്ത് നീ ബോധടാവണ്ട, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, അവളുടെ അടുത്ത് പോകാൻ പറ എന്നിങ്ങനെ നിധി പറയാണ്. പിന്നെ ഇത് മാത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം, അതുകൊണ്ട് അവളുടെ അടുത്ത് പോയി പണി നോക്കാൻ പറ എന്ന് പറഞ്ഞിട്ട് നികേഷിൻ്റെ അടുത്ത് പറയും, ബാ നമുക്ക് ഓട്ടോറിക്ഷയിൽ കയറി പോവാം, കാരണം ഇപ്പം തന്നെ നന്നായിട്ട് ലേറ്റായെന്ന് പറയണം. ആ സമയത്ത് സുധീഷ് പറയും, നിധി ഒരു കാര്യം ചെയ്യുക, ഓട്ടോ പിടിച്ച് പോക്കോ, അവനെ ഞാൻ കോളേജിൽ കൊണ്ട് വിട്ടോളാം എന്ന് പറയണം. അങ്ങനെ നിധി ഓട്ടോ പിടിച്ച് ജോലിക്ക് പോവാണ്, കാരണം ബസ് ലേറ്റ് ആവുകയാണ്, ഇനിയും ഒരുപാട് വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ ഓട്ടോ പിടിച്ച് നിധി ജോലി സ്ഥലത്തോട്ട് പോവുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ നികേഷിൻ്റെ അടുത്ത് സുധീഷ് പറയും, നീ ഒന്ന് ഒരു കാര്യം ചെയ്യ്, ബൈക്കിൽ കയറിക്കേ, നമുക്ക് നമ്മുടെ മെക്കാനിക്കൽ വർക്ക്ഷോപ്പിലോട്ടൊന്ന് പോകാമെന്ന് പറഞ്ഞു. അപ്പം നികേഷ് ചോദിക്കും, ആര്? ഹരീഷ് ചേട്ടൻ്റെ അടുത്തോ? അതിന് എനിക്ക് കോളേജിൽ പോകണം സുധീഷ് ചേട്ടാ. എടാ നിന്നെ ഞാൻ കോളേജിൽ കൊണ്ട് വിട്ടാൽ പോരെ, നീ ഒന്ന് കയറിക്കെന്ന് പറഞ്ഞ് നമ്മുടെ നികേഷിനെയും കൂട്ടി നമ്മുടെ സുധീഷ് നേരെ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലോട്ട് പോവുകയാണ്. അപ്പോഴേക്കും നമ്മുടെ നീതു അവിടെ ഇരുന്ന് അങ്ങ് ഡയലോഗ് അടിച്ച് ഹരീഷിൻ്റെ ചെവി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞ് നമ്മുടെ നികേഷും സുധീഷും കൂടെ. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, ചെവി അടിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് 24 മണിക്കൂർ ഇവിടെ തന്നെ അല്ലേ എന്നിങ്ങനെ സുധീഷ് ചോദിച്ചുകൊണ്ട് ഇറങ്ങിയാണ്. അപ്പോഴേക്കും നീതു പറഞ്ഞു, ദേ വന്നു, ഞങ്ങളുടെ സ്വർഗത്തിൽ കട്ടുറുമ്പാവാനായിട്ട് എത്തിക്കോണം, സുധീഷ് ചേട്ടന് വേറെ പണിയൊന്നുമില്ലേ? അപ്പോൾ ചോദിച്ചു, അല്ല 24 മണിക്കൂർ ഇവിടെ തന്നെയാണോ, സ്ഥിരതാമസമാണോ ഇവിടെ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ പറയും, ആണെങ്കിൽ എന്തേ, സുധീഷ് ചേട്ടന് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു നീതു. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, അയ്യോ ആരുടെയും കഞ്ഞിയിൽ പാറ്റ ഇടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ലേ, ഒരു സന്തോഷ വാർത്ത പറയാനായിട്ടാണ് ഞാൻ വന്നതെന്ന് പറയാൻ കേട്ടോ. അപ്പം ഹരീഷയ്ക്ക് എന്താ സുധീഷ് ചേട്ടാന്ന് ചോദിക്കുക. എന്നിട്ട് ഹരീഷ് ചോദിക്കണം, ഇതെന്താ നികേഷിൻ്റെ മുഖം വല്ലാണ്ടിരിക്കണേ? അതിനെക്കുറിച്ചല്ലേ പറയാൻ വന്നത്. എടാ നിനക്കറിയില്ലേ, നികേഷ് എന്നും ബസ് സ്റ്റോപ്പിൽ പോകുമ്പോൾ ഒരു ഗായത്രി എന്ന പേരുള്ള ഒരു പെൺകുട്ടി അവനെ നോക്കി ചിരിക്കാറുണ്ട്, അവനും ആ പെൺകുട്ടിയെ നോക്കി ചിരിക്കാറുണ്ടെന്ന്. അതെ, ഇന്ന് അവൻ ആ പെൺകുട്ടിയുടെ അടുത്ത് പോയി മിണ്ടി സംസാരിച്ചു, അപ്പോഴല്ലേ ആ ട്വിസ്റ്റ് അറിഞ്ഞത്. അപ്പോൾ ഹരീഷ് ചോദിച്ചു, എന്തു പറ്റിയടാ? അപ്പോൾ നീതു ഇങ്ങനെ ശ്രദ്ധയോടെ നിൽക്കണം, എന്താ പറ്റിയത്? അപ്പോൾ അതിൻ്റെ ഒരു എന്തോ ആണ് നികേഷിൻ്റെ മുഖം വാടിയിരിക്കുന്നത്. അപ്പോഴേക്കും ആ പെൺകുട്ടി അവൻ്റെ അടുത്ത് പറയാമെന്ന്. സുധീഷ് ഏട്ടോ ഇതൊക്കെ പറയണത്. നികേഷ് അപ്പോഴേക്കും പറഞ്ഞു, അതെ സുധീഷ് ഏട്ടൻ എന്നെ കളിയാക്കാനായിട്ടാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, എനിക്ക് കോളേജിൽ പോകണം, ഞാൻ പോവാം എന്ന് പറഞ്ഞ് തിരിഞ്ഞതും സുധീഷ് പറഞ്ഞു, എടാ നിൽക്കടാ, ഞാൻ കൊണ്ടുവിടാം, ഈ സന്തോഷ വാർത്ത ഹരീഷിൻ്റെ അടുത്ത് പറയാണ്ട് എങ്ങനെ പോണേ? എന്നിട്ട് സുധീഷ് പറയും, അതെ ആ പെൺകുട്ടി പറയാ, അതെ ഹരീഷ് ഏട്ടനെയാണ് ഇഷ്ടമെന്ന്, എനിക്ക് ഹരീഷ് ഏട്ടൻ്റെ നമ്പർ ഒന്ന് മേടിച്ച് തരുമെന്ന്. ഇത് കേട്ട് ഞെട്ടിത്തെറിച്ചുകൊണ്ട് നമ്മുടെ നീതു അങ്ങ് സടകുടഞ്ഞങ്ങ് എണീക്കുകയാണ്. ഏതവളാ ഹരീഷേ, ആരാ ഇവള്? അപ്പോഴേക്കും നമ്മുടെ സുധീഷ് പറഞ്ഞു, അതെ സത്യം പറഞ്ഞാൽ അവൾ നികേഷിനെയാണ് നോക്കണമെന്നാണ് കരുതിയത്, പക്ഷേ ചെന്നപ്പോഴല്ലേ കാര്യം അറിഞ്ഞത് അവൾക്ക് ഇഷ്ടം ഹരീഷിനെയാണെന്ന്. അതുകൊണ്ട് ഫോൺ നമ്പർ നമ്മുടെ നികേഷ് ദൂതനാവാനാണ് പറയണത്. അപ്പോഴേക്കും നീതുവിനെ നോക്കിക്കൊണ്ട് ഹരീഷ് പറഞ്ഞു, എൻ്റെ പൊന്നു നീതു, എനിക്കറിയില്ല ഏതാ ഈ പെൺകുട്ടിയെന്ന് പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ സുധീഷ് പറഞ്ഞു, എൻ്റെ പൊന്നു നീതു, നീ അവനെ കൊല്ലാൻ നിൽക്കണ്ട, അവൻ ആ പെൺകുട്ടി ആരാണെന്ന് കൂടി അറിയില്ല, അവൻ ഇന്നേ വരെ കണ്ടിട്ട് കൂടിയില്ല, പിന്നെ എങ്ങനെയാണ്
ഏതവളായാലും എന്താ, നാട്ടിൽ കൊള്ളാവുന്ന ഒരു ചെറുക്കനുണ്ടെങ്കിൽ ഏത് പെൺപിള്ളേർക്ക് ആ ചെറുക്കൻ്റെ പുറകെ പോകാനുള്ളൂ. അതെ, നിങ്ങൾക്ക് പറയാൻ പാടില്ലായിരുന്നോ ഹരീഷിന് ഒരു ലവർ ഉണ്ടെന്നും ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചൊക്കെയാണെന്നും നിങ്ങൾക്ക് പറയാൻ പാടില്ലേ? നികേഷ് നിനക്ക് പറയാൻ പാടില്ലേ? അപ്പം നികേഷ് ഞാനതൊന്നും പറയാൻ പോയില്ല. അപ്പോൾ സുധീഷ് ചേട്ടനൊന്നും പറയാൻ പാടില്ല എന്ന് നീ ഇത് ചോദിക്കുകയാണ്. അപ്പോൾ ഹരീഷും ചോദിക്കുകയാണ്, അതെ സുധീഷ് ചേട്ടനൊന്നും പറയാൻ പാടില്ല. ഹരീഷിനാകെ പേടിയാണ്. കാരണം ഇതിൻ്റെ ബാക്കി നീതുവിൻ്റെ കയ്യിൽ നിന്ന് ഹരീഷിന് എന്നെ കൊള്ളണം. അങ്ങാടി തോറ്റേന് അമ്മയുടെ നെഞ്ചത്തെന്ന് പറഞ്ഞ് കേട്ട ഒരവസ്ഥയാണ് ഹരീഷിൻ്റെ അവസ്ഥ. നീതു പറഞ്ഞു ഏതവളാ അത്? അപ്പം നികേഷിൻ്റെ അടുത്ത് ചോദിച്ചു, എടാ അവളുടെ വീട് എവിടെയാടാ, പേരെന്താ എന്നൊക്കെ ചോദിക്കണം. അപ്പം നികേഷ് എനിക്ക് വീടൊന്നും അറിയില്ല, പേര് ഗായത്രി എന്നാ, എല്ലാ ദിവസവും രാവിലെ 8:30 ആ ബസ് സ്റ്റോപ്പിൽ വെച്ച് കാണാറുണ്ട്. ഓഹോ, ഞാൻ കാണിച്ചു തരാം, അവൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മുടെ നീതുവിന് കൊടുക്കുകയാണ്. അപ്പോൾ സുധീഷ് പറഞ്ഞു, എൻ്റെ പൊന്നു നീതു, നീ ചെന്ന് അടിയും ബഹളം ഒന്നും ഉണ്ടാക്കാൻ നിൽക്കേണ്ട. ആ പെങ്കൊച്ചിന് എന്താ തെറ്റിദ്ധാരണയുടെ പേരിൽ പറഞ്ഞായിരിക്കും നീ അവൻ്റെ കൂടെ ഉണ്ട് അല്ലെങ്കിൽ അവനുമായിട്ട് ഇതാണ് എന്നുള്ളതൊന്നും ചിലപ്പോൾ ആ കുട്ടി അറിഞ്ഞു കാണില്ല. എന്തറിഞ്ഞില്ല, കാണാവുന്ന പയ്യന്മാരെ കാണുമ്പോഴത്തേക്ക് ചില പെണ്ണുങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇളക്കം ഉണ്ടാവും, അതൊന്നും ഒരു വലിയ കാര്യമല്ല എന്ന രീതിയിൽ നീതു പറയണം കേട്ടോ. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, എന്തായാലും ഈ ഒരു കാര്യം വന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, വന്നേ സുധീഷ് ചേട്ടാ, എനിക്ക് കോളേജിൽ പോകണം. അങ്ങനെ നികേഷ് സുധീഷിനെ വിളിച്ചുകൊണ്ട് കോളേജിലോട്ട് പോകാനായിട്ട് ബൈക്കിൽ കയറി പോയിട്ടോ. ഈ സമയത്ത് നമ്മുടെ നീതു അങ്ങോട്ട് എഴുന്നേറ്റിട്ട് പറഞ്ഞത്, ഞാൻ കോളറെ പിടിച്ച് ഇങ്ങനെ വെച്ചേക്കാണ് കേട്ടോ ഹരീഷിൻ്റെ ഷർട്ടിൻ്റെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വല്ലവളുമായവരുമായിട്ട് എന്തെങ്കിലും കണക്ഷനോ ബന്ധം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ വെച്ചേക്കല്ല ബാക്കിയെന്ന് പറയുന്നത്. എൻ്റെ പൊന്നു നീതു, ഞാൻ കണ്ടിട്ട് കൂടി ഇല്ലാത്തൊരു പെൺകുട്ടിയാണ്, എനിക്കറിയില്ല എന്നിങ്ങനെ ഹരീഷ് പറയാൻ കേട്ടോ പേടിച്ച്. കാരണം നീതു കിടന്ന് അലവറ തുള്ളിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണം, ഒരു പിടുത്തവും കിട്ടണില്ല. ഞാൻ അവളെ ഒന്ന് കാണട്ടെ, ഞാൻ തീർത്ത് കൊടുത്തേക്കാം അവളുടെ ഒരു നമ്പർ. നികേഷിനെ ഒന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കിടന്ന് ചാടാണ് കേട്ടോ. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, നീതു നീ ഒരു പ്രശ്നത്തിനും പോവല്ലേ എന്ന് പറയുന്നത്, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിങ്ങനെ പറയാൻ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്ന സീന് നമ്മുടെ സുഭാഷിനെ ആ ബ്രോക്കർ വിളിക്കുകയാണ്. ബ്രോക്കർ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം. അതായത് ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നൊക്കെ അങ്ങോട്ടേക്ക് കാണാനായിട്ട് എല്ലാവരും വരാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് പെണ്ണും ചെറുക്കനൊന്ന് കാണണ്ടേ. അപ്പോൾ സുഭാഷ് പറഞ്ഞു, എനിക്ക് കാണേണ്ട കാര്യമൊന്നുമില്ല ഏട്ടാ, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇത് കൊള്ളാം. ബ്രോക്കർ ചോദിക്കുകയാണ്, അതെ എനിക്ക് ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടാത്തതല്ലല്ലോ, പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടണമല്ലോ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ തമ്മിൽ ആദ്യം ഒന്ന് കാണുക, മേസ്തിരിയും ആ പെൺകുട്ടിയും ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് വീട്ടുകാരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോക്കും വരവും ഒക്കെ വെക്കാമെന്ന് പറയുന്നത്. അപ്പം മേസ്തിരി ഒരു കാര്യം ചെയ്യും, ഞാൻ സ്ഥലം വിളിച്ച് പറയാം, ആ പെൺകുട്ടിയായിട്ട് സംസാരിക്കാം. അപ്പോൾ വീട്ടിൽ നിന്ന് അനിയനോ ഭാര്യയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും കൂടെ പോരെന്ന് പറയണം, ഒരു റെസ്റ്റോറൻറ്റ് വെച്ച് കാണാം. അപ്പോൾ സുഭാഷ് പറഞ്ഞു, വേണ്ട ചേട്ടാ, ഞാൻ ഒറ്റയ്ക്ക് വന്നോളാം എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ എന്തായാലും അവരുടെ അടുത്തൊന്നും പറയുന്നില്ല, കാര്യം സെറ്റ് ആവുമെന്നൊക്കെ നോക്കിയ ശേഷം പറഞ്ഞാൽ മതിയല്ലോ. അപ്പം നമ്മുടെ ബ്രോക്കർ ഏട്ടൻ പറഞ്ഞു, ശരി എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, എന്തായാലും ഞാൻ സ്ഥലവും സമയവും വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് ബ്രോക്കർ കോള് കട്ട് ചെയ്യണം. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സുഭാഷിനെ വിളിച്ചിട്ട് പറയണം, ഇന്ന റെസ്റ്റോറൻറ്റിൽ ഇത്ര മണിക്ക് വരണമെന്ന്. അങ്ങനെ നമ്മുടെ സുഭാഷ് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയും പെൺകുട്ടിയുടെ അനിയനും കൂടെയാണ് വന്നേക്കുന്നത്. അങ്ങനെ ആദ്യമായിട്ട് അവർ തമ്മിലൊരു കൂടിക്കാഴ്ച അങ്ങനെ കണ്ടു കഴിഞ്ഞ സമയത്ത് പെൺകുട്ടിയെക്കുറിച്ചൊക്കെ പറയണം. അതെ, എൻ്റെ ഒരു ഹസ്ബൻഡ് ഉണ്ട്, പുള്ളി ഞാൻ ഡൈവേഴ്സായിട്ട് ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ ഡൈവേഴ്സിന്. അപ്പോൾ സുഭാഷ് പറഞ്ഞു, ബ്രോക്കറേട്ടൻ പറഞ്ഞത് ഡൈവേഴ്സ് ആയെന്ന്. ഇല്ല അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ, ഞാൻ BA വരെ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയണം. പിന്നെ ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് ഞാനും അവനും തമ്മിൽ സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത്, അവനില്ലാണ്ട് എനിക്കൊരു ജീവിതമേ ഇല്ല എന്ന് പറഞ്ഞാണ് ഇരുന്നത്. പക്ഷേ ഇപ്പോൾ എന്തായാലും ഞാൻ തീരുമാനിച്ചു ഇനി അവനുമായിട്ടൊരു ബന്ധം വേണ്ട എന്നുള്ളത്. കാര്യം 4 വർഷം ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞു, ഇപ്പോൾ 2 വർഷമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഡൈവേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഒരു ദിവസം പോലും പിന്നെ എനിക്ക് പറ്റില്ല, കാരണം അവനും അവിടെ വിവാഹമൊക്കെ നോക്കിയാണ്. അതുകൊണ്ട് എനിക്കും പെട്ടെന്ന് തന്നെ ഒരു കല്യാണം കഴിക്കണം, അവൻ്റെ മുന്നിൽ കാണിക്കുകയും വേണം എന്നുള്ള രീതിയിൽ ഈ പെൺകുട്ടി പറയണം. പിന്നെ സുഭാഷ് എന്ത് ചെയ്യണു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ബ്രോക്കർ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സുഭാഷ് പറഞ്ഞു, ആയിക്കോട്ടെ, ഈ കാര്യങ്ങളെല്ലാം എൻ്റെ അടുത്ത് ബ്രോക്കർ പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, എങ്കിലും ഞാനായിട്ടെല്ലാം പറയണമല്ലോ, കാരണം എനിക്കൊരു വാശി പോലെയാണ് ഇനിയിപ്പോൾ ഈ ഡൈവേഴ്സ് കിട്ടിയ അപ്പം തന്നെ എൻ്റെ കല്യാണം നടക്കണം എന്നുള്ളത്. എൻ്റെ വീട്ടുകാരുടെയും താല്പര്യം അത് തന്നെയാണ്. അപ്പോൾ സുഭാഷിനെ കുറിച്ച് പറയണേ. അപ്പോൾ ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, ഇനി എന്തെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാനുണ്ട്? അപ്പോൾ സുഭാഷ് പറഞ്ഞു, ഇല്ല, എന്തായാലും എല്ലാം പറഞ്ഞല്ലോ, ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. എന്നിട്ട് സുഭാഷിനെ കുറിച്ച് ആ പെൺകുട്ടിയുടെ അടുത്ത് പറയണേ, എനിക്ക് 3 അനുജന്മാരും അച്ഛനും പിന്നെ രണ്ടാം
രണ്ടാമത്തെ അനിയൻ കല്യാണം കഴിച്ച അവൻ്റെ വൈഫും ഇതാണ് എൻ്റെ ഫാമിലി. അവരാണ് എൻ്റെ ലോകം. അവർക്കും എന്നെ അതുപോലെ തന്നെയാണ്. അവരും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേർപിരിഞ്ഞൊരിക്കലും ജീവിക്കാൻ പറ്റില്ല. എൻ്റെ അനുജന്മാരാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്ത് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഇതൊക്കെ കേട്ടാൽ പെൺകുട്ടി പറഞ്ഞു ആയിക്കോട്ടെ. അപ്പോൾ സുഭാഷ് പറഞ്ഞു എനിക്ക് എന്തായാലും ഈ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ തന്നെ താല്പര്യം, എനിക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്ന് പറയണം. അപ്പോൾ ആ പെൺകുട്ടിയും പറഞ്ഞു എനിക്കും കുഴപ്പമൊന്നുമില്ല. അപ്പോഴേക്കും നമ്മുടെ ബ്രോക്കറേട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇനി ഒന്നും നോക്കണ്ട, നമ്മുടെ വീട്ടുകാരുമായിട്ട് ഇനി കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് അങ്ങ് സംസാരിക്കാം അല്ലേ. അപ്പം വരും നല്ല മുഹൂർത്തത്തിൽ തന്നെ ഉടനെ നിശ്ചയവും വിവാഹവും. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനില്ല, എന്തായാലും പെണ്ണും ചെറുക്കനും ഓക്കെ ആയി കഴിഞ്ഞല്ലോ. അങ്ങനെ രണ്ടുപേരും സന്തോഷമായിട്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ സുഭാഷ് ചോദിക്കുന്നുണ്ട് പെൺകുട്ടിയുടെ അടുത്ത്, അപ്പോൾ നമുക്ക് ജ്യൂസ് ഓർഡർ ചെയ്താലോ. അപ്പോൾ പെൺകുട്ടി പറഞ്ഞു ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ചിരിച്ച് നിൽക്കുന്ന ഒരു രംഗമാണ് നാളത്തെ കാറ്റത്തെ കിളിക്കൂടിലായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് തന്നെ നിർത്തുന്നു. താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.